ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ? എനിക്ക് ഈ മാസത്തെ നിലവിലുള്ള പെർഫോമൻസ് ബോൺസ്, അതായത് ഫോട്ടോസും ടെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടാകുന്ന ആ കമൻസിന് അതുപോലെ തന്നെ ലൈക്കിനൊക്കെ കിട്ടുന്ന ഏണിങ്സ് ആണ്. $70 അതിനുശേഷം അതിന് മുമ്പത്തെ ഡോളർ നോക്കുക, $87, അതിന് മുമ്പ് 72, 65, 85, 73 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്നുമല്ല, ഇതിനേക്കാളും ഡബിൾ ത്രിബിൾ $500 വരെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. മലയാളീസ് ഇല്ലെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരുപാട് പേര് ഇതുപോലുള്ള ഏണിങ്സ് ഉണ്ടാക്കുന്നു. ഇതിനേക്കാളും ഒരുപാട് ഇരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഏണിങ്സിൻ്റെ ടൂള് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പെർഫോമൻസ് ബോണസ്. ഈ പെർഫോമൻസ് ബോണസ് നിലവിൽ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂളിൻ്റെ അണ്ടറിലായതുകൊണ്ട് നമുക്ക് ആ ഒരു ടൂളാണ് ലഭിക്കേണ്ടി വരുന്നത്. അപ്പോൾ നിലവിൽ ഞാൻ ടോപ്പ് മോണിറ്റൈസേഷൻ ആയവർക്കും ഇനി ആവാത്തവർക്ക് ഇങ്ങനെയുള്ള പോസ്റ്ററൊക്കെ ഞാൻ പറയുന്ന 6 ടൈപ്പിലുള്ള പോസ്റ്റേഴ്സ് ഉണ്ട്. ഈ പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഗ്രോത്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും മോണിറ്റൈസേഷൻ ആയവർക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനും സാധിക്കും. ആവാത്തവർക്ക് പെട്ടെന്ന് ടൂൾസ് ലഭിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ ടൂൾസ് എന്നാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്പർ 1 ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഫോട്ടോയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക്. ട്രെൻഡിങ് മീൻസ് ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ്. അതുകൂടാതെ തന്നെ കുംഭമേളയിൽ വൈറലായിട്ടുണ്ടായിരുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്ന മൊണാലിസ എന്നില്ല, ആ കുട്ടിയുടെ ഫോട്ടോ. അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള പെട്ടെന്ന് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട പെട്ടെന്ന് വൈറലാവുന്ന ഇപ്പം ഈ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ആനയുടെ പ്രശ്നങ്ങൾ വന്നല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ് പെട്ടെന്ന് വൈറലാവുന്നത്, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ്, ജനങ്ങൾക്കിടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസിൻ്റെ ഫോട്ടോസ് നിങ്ങൾ പോസ്റ്റർ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ലൈക്കും കമൻസും അതിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് നമ്പർ ടു ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മുടെ പഴയ കാലത്തെ ഈ ചരിത്രങ്ങളിലെ ഈ താജ്മഹൽ, കുത്തുബ് മിനാർ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പല കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റേഴ്സൊക്കെ റെഡിയാക്കി അതിൽ ജസ്റ്റ് നല്ല ടൈറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പോസ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽസിലൊക്കെ വെച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ നമുക്ക് റെസ്പോൺസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 3 ഫണ്ണി ആയിട്ടുള്ള പോസ്റ്റേഴ്സ്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഫണ്ണി ആയിട്ടുള്ള പോസ്റ്ററാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ ചുറ്റുപാടിലൊക്കെ കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കോമഡി ആയിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്ററാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രംഗങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നമ്പർ 4 ട്രാവൽ ആൻഡ് വ്ളോഗ്. നിങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലേസിൻ്റെ ഫോട്ടോസ്, അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങൾ, ഇതൊക്കെ പങ്കുവച്ചിട്ടുള്ള അത് ഫോട്ടോ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ടൈറ്റിലായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കഴിച്ച് വേണം, അതിലെന്തെങ്കിലും ഹുക്ക് വേണം, അതായത് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജനങ്ങൾക്ക് തോന്നണം ഇതെങ്ങനെയാണ് സ്ഥലം, എവിടെയാണ് ഈ നോക്കുന്ന ജനങ്ങൾ ചോദിക്കണം, ഈ ഫോട്ടോ നോക്കുന്ന ജനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനും നല്ല രീതിയിൽ റെസ്പോൺസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമത്തേതെന്ന് വെച്ചാൽ ഇമോഷൻ പോസ്റ്റർ. അത് നമുക്ക് യൂട്യൂബ് ഗൂഗിളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും 2-3 ഫോട്ടോസൊക്കെ വെച്ചിട്ട്. നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും രീതിയിൽ കാണുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇമോഷണൽ ലൈഫിൽ അതും നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അത് അവർക്ക് മോശമാവാത്ത രീതിയിലായിരിക്കണം കേട്ടോ, അതും കൂടി ശ്രദ്ധിക്കാണ്ട് ഫോട്ടോ എടുത്തിട്ട് അതിൽ നിങ്ങൾ ടൈറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനും അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ലാസ്റ്റ് മോട്ടിവേഷന് ആയിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ. നമ്മൾക്ക് നല്ല ഒരു പ്രചോദനം, മറ്റുള്ളവർക്കൊരു പ്രചോദനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കി അതിൽ എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനും നല്ല രീതിയിൽ റെസ്പോൺസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ 6 ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വൈറലാവാൻ സാധ്യതയുള്ള ഫോട്ടോസ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ ലഭിക്കാത്തവർക്ക് ടൂൾസൊക്കെ ലഭിക്കാനുള്ള സാധ്യത, നിങ്ങളെ പേജ് എത്രത്തോളം ഗ്രോത്ത് ആവുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. അപ്പോൾ
മോണിറ്റൈസേഷൻ ആയവർ ഈ 6 കാര്യങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക. അപ്പം ഈ 6 ടോപ്പിക്കും ഈ ഫോട്ടോൻ്റെ ഈ 6 തരത്തിലുള്ള ഫോട്ടോസ് നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ലഭിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ. ജയ് ഹിന്ദ്.